ഹായ് ഫ്രണ്ട്സ്, നൂർജു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതെല്ലാവരും തേങ്ങ അരച്ച് ഇസ്റ്റ് കറിയും കുറുമ ഇതൊക്കെയാണല്ലോ ഗ്രീൻ പീസ് വെച്ചിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഇതൊരു മസാലക്കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാൽ. പൊറാട്ടക്കും ചോറിനും പത്തിരിക്കും എന്തിനും ബെസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യം കറിയൊക്കെ ഗ്രീൻ പീസ് കറിയൊക്കെ വെക്കുമ്പോൾ ഇതേപോലെ ഒന്ന് കറി വെച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. പിന്നെ ആ കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓളെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലേ ഉള്ളൂ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടനടി കിട്ടുള്ളൂ. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. ഞാനിത് തലേന്ന് രാത്രി തന്നെ കടല വെള്ളത്തിലിട്ട് വെച്ചിരുന്നേ. നല്ലോണം ഒന്ന് കുതിർന്ന് വരണമല്ലോ. ഇനി അതെല്ലാം നിങ്ങൾക്ക് രാത്രിയോ വൈകുന്നേരമൊക്കെയാണ് ഈ ഒരു കറി ഉണ്ടാക്കേണ്ടതെങ്കിൽ ഒരു 4-5 മണിക്കൂർ മുൻപ് കടല വെള്ളത്തിലിട്ട് വെക്കണം. ഞാനൊരു 100 ഗ്രാം കടലിൻ്റെ അളവാണ് കേട്ടോ ഇവിടെ പറയുന്നത്. നിങ്ങൾ ഇതിൽ കൂടുതൽ കടല എടുക്കുകയാണെങ്കിൽ ഇതിലിടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി. ഈ ഒരു കടലയ്ക്ക് പട്ടാണി കടല എന്നും പറയും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കടല കഴുകി കുതിർത്ത കടല കഴുകി എടുത്തിട്ട് ഈ ഒരു കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക തന്നെയാണ് കേട്ടോ. എല്ലാ സാധനവും ഈ കുക്കറിലിട്ട് വേവിച്ചെടുത്താൽ മതി. വേറെ നമ്മൾ വാട്ടി കളിക്കേണ്ടി ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യം തന്നെങ്കിലും നിങ്ങൾ ഈ ഒരു കറി ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെക്കണേ. ഇനി ഇതിലേക്ക് ഉള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉള്ളീൻ്റെ പകുതിയാണ് ഇവിടെ ഞാൻ അരിഞ്ഞിട്ടത്. ഇത് വലിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ 1/3 ഭാഗം മതി കേട്ടോ ഈ ഒരു 100 ഗ്രാം കടലയ്ക്ക്. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് 2ആയി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിക്കണ്. കുറച്ച് കറിവേപ്പില, ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതുമാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതിൽ ചേർക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും കൂടി പോകണ്ട കേട്ടോ. ഇഞ്ചി ലേശം മുന്നിലാണെങ്കിലും വെളുത്തുള്ളി ഒന്ന് കുറഞ്ഞിരുന്നോട്ടെ. ഇനി ഇതിലേക്ക് 1.5 സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്തത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി. അതും കൂടി പോവരുതേ. നമ്മളിതിൽ പച്ചമുളകും കുരുമുളകും ഒക്കെ ചേർത്ത് കൊടുക്കുന്നതിനെ കൊണ്ട് വളരെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാല പൗഡർ ഒരു 1/4 ടീസ്പൂണിലും കൂടുതൽ എടുത്തോളി. 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് തന്നെ വേണ്ട കേട്ടോ. അതും ചേർത്ത് പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തത്. ഉപ്പൊന്നും കൂടി പോവരുത്. ഇതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കുക്കർ അടച്ച് വെച്ച് വിസിൽ വരുമ്പോൾ പതച്ച് പൊന്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇതിൽ ചേർത്ത ഈ പൊടികളൊക്കെ ഈ ഒരു അളവിൽ നിങ്ങൾക്ക് 150 ഗ്രാം കടല വരെ കറി വെക്കട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കടല മുങ്ങി നിൽക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് സ്റ്റൗവിൽ വെച്ചിട്ട് 2 വിസിൽ ഹൈ ഫ്ലെയിമിൽ വന്നതിന് ശേഷം ഫ്ലെയിം ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 4 വിസിൽ വന്നതിന് ശേഷം ഓഫാക്കിയിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് പ്രഷറൊക്കെ പോയതിന് ശേഷം ഇതിലേക്കൊരു വറവ് ചെയ്യാനുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ 2 എണ്ണം, ചെറിയ ഫ്ലെയിമിൽ 4 എണ്ണം വന്നതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കിയിട്ടേ. ഇനി ഇതാ ഞാൻ വിസിലൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയിട്ടോ. കുക്കർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരുപാട് അലിഞ്ഞ് പോവരുത് കേട്ടോ ഈ കടല. അപ്പോൾ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. പാകത്തിന് വെന്താൽ മതി. നമ്മളൊരു കടല എടുത്താൽ ഇങ്ങനെ പൊട്ടിച്ചാൽ നല്ലൊരു ഇങ്ങനെ പൊട്ടുമല്ലോ, ആ ഒരു പാകത്തിനാണ് കേട്ടോ വേണ്ടിയത്. വെന്ത് അലിഞ്ഞ് തോട് വേറെ കടല വേറെ അങ്ങനെയൊന്നും ആവുന്നവരെ വേവിച്ചെടുക്കരുത്. ഇനി അഥവാ കുക്കർ തുറന്ന് നോക്കി കടല ഒന്നും കൂടി വേവാനുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഇല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്തുങ്ങാണ്ട് 1-2 വിസിൽ വെന്നതിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി. അപ്പം വെന്തിട്ടുണ്ടാവും. ഇവിടെ അതെനിക്ക് പാകത്തിന് വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്തൊന്നും അലിഞ്ഞു പോയിട്ടില്ല. ഈ ഒരു പാകത്തിനാണ് ഞാൻ എടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വറവ് ചെയ്തെടുക്കാം. ഇത് കണ്ടില്ല, ഒരു കടല എടുത്ത് ഇങ്ങനെ നിൽക്കി നോക്കിയാൽ ഇങ്ങനെ നീങ്ങിയാൽ മതി. അതാണ് ഈ ഒരു കറി. കടല ഇങ്ങനെ മസാല ഇട്ടാലോ എന്ത് കറി വെക്കുകയാണെങ്കിലും കടല ഒരുപാട് വെന്തലിഞ്ഞ് പോവരുത്. ഇനി ഇതാ ഞാനിതൊന്ന് വറവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കറികളൊക്കെ വറവ് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് പാം ഓയിലൊന്നും എടുക്കരുത് കേട്ടോ. ഓയിലുകളൊന്നും വെളിച്ചെണ്ണ തന്നെ എടുക്കണേ. അപ്പോൾ ഞാനിവിടെ 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുത്ത് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക്
1/4 ടീസ്പൂൺ തന്നെ ഇടണ്ട, കുറച്ച് ഒരു കൈ കൊണ്ടൊന്നിങ്ങനെ നുള്ളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഉലുവ ഒരുപാട് ഇട്ടാൽ ഒരുപാട് കയ്പ്പ് രുചി വരും. പക്ഷെ ഇതിങ്ങനെ കുറച്ച് ഈ ഒരു കടുകിൽ നമ്മൾ ഈ ഒരു ഉലുവ ചേർത്ത് കൊടുത്താൽ ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉലുവയും കടുകൊക്കെ നന്നായി പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാടൻ കറിവേപ്പിലാണ്. നന്നായി കഴുകി ഇതിലേക്ക് ചേർത്ത് എന്നിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വറവ് ഞാൻ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിനോടൊപ്പം തന്നെ കുരുമുളകിൻ്റെ പൊടി ഈ സമയത്താട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതല്ലേ നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവ് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ ടൈമിൽ ഇതിലേക്ക് നിങ്ങൾക്ക് മല്ലിച്ചപ്പ് കുറച്ച് അരിഞ്ഞിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എൻ്റെ കയ്യിൽ മല്ലിച്ചപ്പ് ഇല്ലാത്തതിനെ കൊണ്ട് ഞാനിവിടെ ചേർത്തിട്ടില്ല. ഒരു തണ്ടല മതി കേട്ടോ മല്ലിച്ചപ്പ്, അത് അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ എൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതിന്ന് ഞാനിവിടെ പിട്ടിനാണ് ഉണ്ടാക്കിയത്. ചപ്പാത്തിക്കും പൊറാട്ടക്കും എല്ലാത്തിനും നല്ല തന്നെയാണ് ഈ ഒരു കറി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പട്ടാണി മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളെ അഭിപ്രായം പറയുകയും വേണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് തരാനും മറന്നു പോകരുത്. പിന്നെ നിങ്ങളെ ഫാമിലിയിലേക്കും സുഹൃത്തിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.